നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. തുമ്പോലാർച്ചയുടെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മലയാളക്കരയുടെ വീരോതിഹാസ കഥകളാണ് വടക്കൻ പാട്ടുകൾ. വടക്കൻ പാട്ടുകളിലെ ധീര വനിതയാണ് മികവിൽ മികച്ചേരി വീട്ടിൽ തുമ്പോലാർച്ച. തുമ്പോലാർച്ചയെക്കുറിച്ചുള്ള പാട്ടുകൾ ലഭ്യമല്ലെങ്കിലും ആരോമൽ ചേകവർ പകട കളിക്കാൻ പോയ പാട്ടുകഥ എന്ന പാട്ടിലെ പ്രധാന കഥാപാത്രം തുമ്പോലാർച്ചയാണ്. പുത്തൂരം വീട്ടിലെ ആരോമൽ ചേകവർ പകിടകളി പഠിക്കാൻ അമ്മാവന്റെ വീട്ടിൽ പോകുമായിരുന്നു. അമ്മാവന്റെ ഏക മകളാണ് തുമ്പോലാർച്ച. ചെറുപ്പം തൊട്ടേ ആയോധന കഴിവിലും ആയുധ അഭ്യാസത്തിലും സ്ത്രീ സൗന്ദര്യത്തിലും തുമ്പോലാർച്ച മറ്റു സ്ത്രീകളെക്കാൾ മുന്നിലായിരുന്നു. അമ്മാവന്റെ പക്കൽ നിന്നും പകിടകളി അഭ്യസിച്ച ആരോമൽ ചേകവർ കളിയിൽ ഒരിക്കൽ അമ്മാവനെ പരാജയപ്പെടുത്തി. അമ്മാവന്റെ അടുത്ത് പകിടകളിക്ക് സ്ഥിരമായി ആരോമൽ പോകുമായിരുന്നു. ഒരിക്കൽ അങ്ങനെ പോയ സമയത്ത് പുത്രജന്മത്തിനുള്ള നക്ഷത്രം ഉദിച്ചത് കണ്ട് ആരോമൽ ചേകവര് തുമ്പോലാർച്ചയുടെ കതകിൽ മുട്ടി. പുത്രവിധിയോഗം കാണുന്നുണ്ടെന്നും പുത്തൂരം വീട്ടിലെത്തുമ്പോഴേക്കും ആ സമയം കഴിഞ്ഞു പോകുമെന്നും പറഞ്ഞ് വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. ആദ്യം അച്ഛൻ തന്നെ വെടിവെച്ചോ വെട്ടിയോ കൊല്ലുമെന്ന് തുമ്പോലാർച്ച പറയുന്നുണ്ടെങ്കിലും രാജാവിനെ പോലത്തെ ചേകവനെ അനുസരിച്ചില്ലെങ്കിൽ അച്ഛന്റെ തലയ്ക്ക് ദോഷം തട്ടുമെന്ന് ഭയന്ന് തുമ്പോലാർച്ച കതക് തുറന്നു കൊടുത്തു. അവരുടെ ശാരീരിക ബന്ധത്തിന് ശേഷം മറ്റന്നാൾ സന്ധ്യയ്ക്ക് വരാമെന്ന് പറഞ്ഞ് ആരോമൽ തിരിച്ചു പോന്നു. തുമ്പോലാർച്ച ഗർഭിണിയാവുകയും ആരോമൽ തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്തു. ഗർഭത്തിന് ഉത്തരവാദി ആരെന്ന് പറയാത്തതിനാൽ തുമ്പോലാർച്ചയെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ഉരപ്പുരയിൽ അവൾ പ്രസവിക്കുകയും ചെയ്തു. അച്ഛൻ ആരെന്ന് വ്യക്തമാക്കാത്തതിനാൽ തുമ്പോലാർച്ചയുടെ കുഞ്ഞിനെ ചന്തുവും കൂട്ടരും കൊട്ടയിലാക്കി കോരപ്പുഴയിൽ ഒഴുക്കി. അത് കണ്ട് കുട്ടിയെ രക്ഷിക്കാൻ തുമ്പോലാർച്ച പുഴയിലേക്ക് എടുത്തു ചാടി ആ കുഞ്ഞിനെ രക്ഷിച്ചു. തുമ്പോലാർച്ച പ്രസവിച്ച് 28 നാൾ കഴിഞ്ഞിട്ടും ആരോമൽ കുട്ടിയെ കാണാനായിട്ട് പോയില്ല. തുമ്പോലാർച്ച മണ്ണാത്തി മുഖേന അയച്ച ഓല കിട്ടിയതിന് ശേഷമാണ് അമ്മയെയും കൂട്ടി ആരോമൽ അവിടെ ചെന്നത്. അച്ഛനും അമ്മയും പെങ്ങൾ ഉണ്ണിയാർച്ചയും ചേർന്ന് നൂലുകെട്ട് ചടങ്ങ് പേരിന് നടത്തി. എങ്കിലും തുമ്പോലാർച്ചയെ പുത്തൂരം വീട്ടിലേക്ക് ആരോമൽ ചേകവർ കൊണ്ടുപോയില്ല. തുമ്പോലാർച്ചയെക്കുറിച്ച് നാട്ടുകാര് പല അപവാദ കഥകളും പറഞ്ഞു വരത്താൻ തുടങ്ങി. നാട്ടുകാരുടെ അപവാദ പ്രചരണങ്ങളിൽ വിശ്വസിച്ച് തുമ്പോലാർച്ചയെ ആരോമൽ ചേകവർ ഉപേക്ഷിച്ചു. ഇളവന്തറ മഠത്തിലെ ചന്തു തുമ്പോലാർച്ചയെ വിവാഹം കഴിക്കാൻ തയ്യാറാണെങ്കിലും അഗ്നിപരീക്ഷയ്ക്ക് തയ്യാറായി കന്യകാത്വം തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അങ്ങനെ ഒരു വിവാഹത്തിന് തുമ്പോലാർച്ച തയ്യാറായിരുന്നില്ല. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ തുമ്പോലാർച്ച അഗ്നിപരീക്ഷണത്തിന് വിധേയയായി. കന്യകാത്വം തെളിയിച്ച് പുറത്തു വന്ന തുമ്പോലാർച്ച അഗ്നിപരീക്ഷ കഴിഞ്ഞ സീതാദേവിയെ പോലെ പരിശുദ്ധയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്ന് പൂജാരി പരസ്യമായി പ്രഖ്യാപിച്ചു. അപ്പോൾ തുമ്പോലാർച്ച പറഞ്ഞു, മികവിൽ മികച്ചേരി വീട്ടിലെ തുമ്പോലാർച്ച തൃപ്പങ്ങോട്ടപ്പന്റെ തിരുനടയിൽ നിന്ന് സത്യം ചൊല്ലി ജയിച്ചിരിക്കുന്നു. ഈ തുമ്പോലാർച്ച പിഴച്ചിട്ടില്ല, കാമദാഹത്താൽ ഒരു പുരുഷനെയും തൊട്ടിട്ടില്ല, ഞാനിന്നും കന്യകയാണ്. തന്റെ ഭാഗം കേൾക്കാതെ നാട്ടുകാരും വീട്ടുകാരും പറയുന്ന അപവാദ കഥകൾ കേട്ട് ആരോമൽ ചേകവർ ഉപേക്ഷിക്കുമ്പോൾ തീയിലൂടെ നടന്ന് ജീവനോടെ തിരിച്ചു വന്ന് തന്റെ കന്യകാത്വം തെളിയിച്ച ശേഷം പരസ്യമായി തുമ്പോലാർച്ച പറഞ്ഞു, ഞാൻ വീശുന്ന വാളെടുക്കാൻ കെൽപ്പുള്ള പുരുഷന്റെ കയ്യിൽ നിന്ന് മാത്രമേ ഞാൻ പുടവ വാങ്ങിക്കുകയുള്ളൂ. ഞാൻ പിഴച്ചവളാണെന്ന് പാടി നടന്ന ഏതെങ്കിലും ആണൊരുത്തൻ എന്നെ കീഴ്പ്പെടുത്തി പുടവ തരാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് കാണട്ടെ, ആരോമൽ ചേകവൻ എന്ന ദുഷ്ടനൊഴികെ. ഇങ്ങനെയാണ് തുമ്പോലാർച്ച പ്രതിജ്ഞ എടുത്തത്. നാട്ടിലെ വീരന്മാരെന്ന് അവകാശപ്പെടുന്ന ആണുങ്ങളോട് തുമ്പോലാർച്ച അംഗം വെട്ടി. തന്റെ മാനത്തെയും സത്യസന്ധതയും ചോദ്യം ചെയ്യുകയും അപമാനിക്കുകയും ചെയ്തവരെ അങ്കത്തട്ടിൽ തോൽപ്പിച്ചുകൊണ്ട് തുമ്പോലാർച്ച പകരം വീട്ടി. അഗ്നിപരീക്ഷയിൽ വിജയിച്ച് കന്യകാത്വം തെളിയിച്ച തുമ്പോലാർച്ചയെ സ്വീകരിക്കാൻ ആരോമൽ ചേകവർ തയ്യാറായെങ്കിലും തന്നെ അവിശ്വസിച്ച ആരോമലിന്റെ ഒപ്പം ജീവിക്കാൻ തുമ്പോലാർച്ച തയ്യാറല്ലായിരുന്നു. ആരോമലിനൊഴികെ ഏതൊരാണിനും തന്നോട് അംഗം വെട്ടാമെന്നാണ് തുമ്പോലാർച്ച പറഞ്ഞത്. അതുകൊണ്ട് തുമ്പോലാർച്ചയെ പാണന്റെ വേഷം കെട്ടി ആരോമല് പറ്റിക്കുകയും അംഗത്തിൽ ജയിച്ച് അവളെ സ്വന്തമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു.
എന്നാൽ തുമ്പോലാർച്ച ഒറ്റയ്ക്ക് ജീവിക്കാനാണ് തീരുമാനിച്ചത്. തുമ്പോലാർച്ച തന്റെ വീട്ടിൽ മകനെയും വളർത്തി സ്വസ്ഥമായി ജീവിക്കാൻ തീരുമാനിച്ചു. ആ മകന് ചന്ദ്രപ്പൻ എന്ന് പേരിട്ടു. ഉണ്ണിക്കണ്ണൻ എന്നും അവൻ അറിയപ്പെട്ടു. 5-ാം വയസ്സു മുതൽ അവനെ ആയുധാഭ്യാസം പഠിപ്പിക്കാൻ തുമ്പോലാർച്ച തുളുനാട്ടിലേക്ക് അയച്ചു. അവൻ സർവ്വവിദ്യകളും അഭ്യസിച്ചു. ആരോമൽ ചേകവർ അരിങ്ങോടരുമായുള്ള അംഗം ജയിച്ച് പുത്തൂരം വീട്ടിൽ എത്തിയപ്പോൾ മരണത്തോട് മല്ലടിക്കുന്നതിനിടയിൽ തനിക്ക് തുമ്പോലാർച്ചയെയും മകൻ ചന്ദ്രപ്പനെയും കാണണമെന്ന് അനുജനോട് ആവശ്യപ്പെടുന്നുണ്ട്. ആ അനുജൻ മികവിൽ മികച്ചേരിയിലേക്ക് നായന്മാരെ പറഞ്ഞയച്ചു. നായന്മാർ മികച്ചേരിയിലെത്തി തുമ്പോലാർച്ചയുടെ വിവരം പറഞ്ഞു. തുമ്പോലാർച്ചയുടെ അച്ഛൻ അപ്പോൾ പകിട കളിക്കാനായി അയൽനാട്ടിലെവിടെയോ പോയിരിക്കുകയായിരുന്നു. ആരോമൽ ചേകവർ അംഗം ജയിച്ചു വന്നിട്ടുണ്ട്, മകനെയും നിന്നെയും കാണണമെന്ന് പറയുന്നു എന്ന് നായന്മാർ പറഞ്ഞു. കേട്ടപാടെ തുമ്പോലാർച്ച മകനെയും കൂട്ടി പുത്തൂരം വീട്ടിലേക്ക് പുറപ്പെട്ടു. നാടും ദേശവും താണ്ടി പുത്തൂരം വീട്ടിലെത്തി. ആരോമലിന്റെ അവസ്ഥ കണ്ട് അവൾക്ക് സങ്കടം സഹിക്കാനായില്ല. ആരോമൽ ചേകവർ തനിക്ക് തുമ്പോലാർച്ചയിലുണ്ടായ മകൻ ചന്ദ്രപ്പനെ എല്ലാ വിദ്യകളും അഭ്യസിപ്പിക്കണമെന്ന് അനുജനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് അന്ത്യശ്വാസം വലിച്ചത്. ആരോമൽ ചേകവർക്ക് കുഞ്ഞുണ്ണിയിൽ ഉണ്ടായ കണ്ണപ്പനുണ്ണിയും ഉണ്ണിയാർച്ചയുടെ മകൻ ആരോമൽ ഉണ്ണിയും ആരോമൽ ചേകവരെ ചതിച്ചു കൊന്ന ചന്തുവിനോട് പകരം ചോദിക്കാൻ പോയ കാലത്ത് ആരോമൽ ചേകവരുടെ ഭാര്യയും കണ്ണപ്പൻ ഉണ്ണിയുടെ അമ്മയുമായ കുഞ്ഞുണ്ണൂലി ആരോമൽ ഉണ്ണിയോട് പറഞ്ഞു, പോകും വഴി നിങ്ങൾ മികവിൽ മികച്ചേരിയിൽ കയറണം. അവിടെ തുമ്പോലാർച്ച അമ്മായിയുണ്ട്. നിന്റെ അമ്മാവന്റെ മുറപ്പെണ്ണാണ് തുമ്പോലാർച്ച. അവളിൽ അമ്മാവനൊരു കുട്ടിയുണ്ട്, ഉണ്ണിക്കണ്ണൻ. നിങ്ങളുടെ പ്രായം തന്നെയാണ് അവനും. നിങ്ങളെപ്പോലെ അവനും ഒത്ത ചേകവനായിട്ടുണ്ട്. അമ്മായിയോട് അനുഗ്രഹം വാങ്ങിക്കൊണ്ട് നിങ്ങൾ ഉണ്ണിക്കണ്ണനെയും നിങ്ങൾക്ക് തുണ കൂട്ടണം എന്ന്. അവർ അതനുസരിച്ച് തുമ്പോലാർച്ചയുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് കണ്ണപ്പനുണ്ണിയും ആരോമലുണ്ണിയും ചന്തുവിനോട് പ്രതികാരത്തിനായിട്ട് പോയത്. ആരോമലുണ്ണിയും കണ്ണപ്പനുണ്ണിയും ചതിയൻ ചന്തുവിനെയും ആയുധപ്പണിക്കാരന്റെയും തലയറുത്ത് തിരികെ വന്നപ്പോൾ ആദ്യം പോയത് തുമ്പോലാർച്ചയുടെ അടുത്താണ്. അവർ നടന്ന് മികവിൽ മികച്ചേരിയിലെത്തി. പടകാളി മുറ്റത്ത് ചെന്ന് അമ്മായിയെ വിളിച്ചു ആരോമലുണ്ണി. വിളി കേട്ട തുമ്പോലാർച്ച ഓടി വന്നു. മക്കൾ മടങ്ങി വന്ന സന്തോഷത്താൽ തുമ്പോലാർച്ച അവരെ തൊട്ടുതഴുകാനായി അടുത്തു വന്നു. അരുതേ അമ്മായി, ചോരച്ചൂരടിക്കും എന്ന് പറഞ്ഞ് കണ്ണപ്പനുണ്ണി മാറാപ്പഴിച്ച് ചന്തുവിന്റെ ശിരസ് കാട്ടിക്കൊടുത്തു. ഇതിൽ പരം സന്തോഷം എന്നുണ്ട് തുമ്പോലാർച്ചയ്ക്ക്. അമ്മായിയുടെ കാൽക്കൽ കുമ്പിട്ട് പടിപ്പുര കടന്ന് ആരോമലുണ്ണിയും കണ്ണപ്പനുണ്ണിയും തിരിച്ചുപോയി. ഈ തുമ്പോലാർച്ചയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.